വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എലിസബത്ത് തൻ്റെ പ്രവചനം പോലെയുള്ള വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവൾ കഴിഞ്ഞതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ ഒരു പ്രവചനത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. മേരി വിശ്വസിച്ചു, കർത്താവ് പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് കഴിഞ്ഞു എന്ന് എലിസബത്ത് മനസ്സിലാക്കി. അവൾ യേശുവിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇനി അവളെ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിറവേറുമെന്നും മേരി വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഉദ്ഘോഷിക്കുന്നു. ദൈവവചനം ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വചനത്തെ തന്നെ പുറപ്പെടുവിക്കുകയും വചനത്തിൻ്റെ പ്രവൃത്തികളായ സൽകൃത്യങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. മറിയത്തിൽ സംഭവിച്ചതെന്താണ്? ദൈവവചനം കേട്ടുകഴിഞ്ഞപ്പോൾ യൂദായുടെ മലമുകളിലേക്ക് അവൾ യാത്രയാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന, ഉദരത്തിൽ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും യൂദായുടെ മലമുകളിലേക്ക് പ്രവേശിക്കും. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. വചനം സ്വീകരിക്കുന്നവർ, ഹൃദയത്തിൽ വചനം സംവഹിച്ചിരിക്കുന്ന ആളുകൾ സ്തുതിയുടെ കൊടുമുടികൾ കയറും. ദൈവസ്തുതിയുടെ കൊടുമുടികൾ കയറുകയും അതിൻ്റെ അത്യുന്നതിയിൽ ആവശ്യമുള്ള ഒരാളെ സഹായിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ആവശ്യക്കാരെ തങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നു. എലിസബത്ത് തൻ്റെ വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ, ഗർഭസ്ഥ അവസ്ഥയുടെ ബുദ്ധിമുട്ടുകളെല്ലാമുള്ള പരസഹായം ആവശ്യമുള്ള ഒരുവളായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം ഉൾക്കൊണ്ട മറിയം സ്തുതിയുടെ മലയിലേക്ക്, യൂദയായുടെ മലമുകളിലേക്ക് കയറുകയും അവിടെ 3 മാസത്തോളം ശുശ്രൂഷ ചെയ്ത് സ്തുതിയുടെ, ദൈവത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പരസ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് പുറത്തു വരുന്നതാകട്ടെ രക്ഷകൻ്റെ മുന്നോടിയായി പോകേണ്ട പ്രവാചകന്മാരെ രൂപപ്പെടുത്തുന്നതിൽ, പ്രവാചക ഭവനത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിലെല്ലാം വചനം ഉൾക്കൊള്ളുന്നവർ സദാ സന്നദ്ധരായിരിക്കും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.